വി എസിന്റെ മരണം തീരാ നഷ്ടമെന്നാണ് അമൃതാനന്ദമയി മഠത്തിൽ നിന്നും അമൃതാനന്ദമയി പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും അമൃതാനന്ദമയും കമ്മ്യൂണിസ്റ്റുമായുള്ള ബന്ധം? അല്ല, അമൃതാനന്ദമയി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സേവനമാണ്. പി എസ് അച്യുതാനന്ദൻ വലിയ സേവനം ചെയ്തുകൊണ്ടാണല്ലോ ഈ മനുഷ്യ സാഗരം വി എസിൻ്റെ പിന്നാലെ ഇങ്ങനെ നിന്നത് മുഴുവൻ. അമൃതാനന്ദമയിക്കും ഉണ്ട് അതുപോലൊരു മനുഷ്യസാഗരമുണ്ട്, വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ. പക്ഷെ ഇവിടെ ചിലർ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞ് അതിനെ തേജോവധം ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരാൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ആ ആളിന്, സഹായം കിട്ടിയ ആളിനെ സഹായിച്ച ആൾ ആരായിരിക്കും? ദൈവതുല്യമായിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് ദൈവസ്ഥാനം കൽപ്പിക്കുന്നതിന് എന്താണ് തെറ്റ്? ശ്രീനാരായണ ഗുരുവിനെ ദൈവതുല്യനായി കാണുന്നുണ്ട്, ചട്ടമ്പി സ്വാമികളെ ദൈവതുല്യനായി കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള മനുഷ്യ സേവ ചെയ്യുന്നവർ, മനുഷ്യരെ സഹായിക്കുന്നു. ഇദ്ദേഹം മാനുഷിക പ്രശ്നങ്ങൾ ആണല്ലോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമൃതാനന്ദമയി എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്, കോളേജുണ്ട്. ഈ വിമർശിക്കുന്നതിൽ ആദ്യം മുന്നിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. അന്ന് ഇപ്പോൾ സ്കൂളുകളുണ്ട്, കോളേജുണ്ട്, പിന്നെ വലിയ ആശുപത്രി. ജി ചെറിയൻ തന്നെ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതം രക്ഷിച്ചത് അമൃത ഹോസ്പിറ്റൽ. അതെ, അമൃത ഹോസ്പിറ്റലാണ്. പ്രഗത്ഭന്മാരായിട്ടുള്ള ഡോക്ടർമാർ, വിദേശത്തൊക്കെ ഉള്ള ഡോക്ടർമാർ സഹിതം മെഡിക്കൽ കോളേജ് പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള, പിന്നെ സ്വകാര്യ സാറ്റലൈറ്റ് ചാനല്, എന്തെല്ലാം എത്ര കുടുംബം പുലരുന്നു. പിന്നെ ഈ അവിടെ ആശ്രമത്തിലൂടെ ചെയ്യുന്ന, അതുപോലെ എവിടേക്കോ ഈ ഭൂകമ്പം ഉണ്ടായ സമയത്തൊക്കെ അവർക്കൊക്കെ അവിടെ വീട് വെച്ച് കൊടുത്തത് ആരായിരുന്നു? അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ നിന്നാണ് എത്രയോ വീടുകൾ വെച്ച് കൊടുത്തു. അത് ഇമ്മീഡിയറ്റ്ലി അതെല്ലാം ചെയ്തു തീർക്കുന്നുള്ളതാണ്. ഈ ബ്രിട്ടാസൊക്കെ ഈ ഇടയ്ക്ക് അമൃതാനന്ദമയ്ക്കെതിരായിട്ടുള്ള ആരെയോ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കൊടുത്ത് അമൃതാനന്ദമയെ തേജോവധം ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയല്ലോ. അത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്കതിൻ്റെ തിരിച്ചടി കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ വി എസിനെ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അമൃതാനന്ദമയിയുടെ ആ ആശ്രമത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വി എസിനോടുള്ള അനുശോചനം അറിയിക്കുന്ന, ആദരവ് അറിയിച്ചുകൊണ്ടൊരു സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജനങ്ങളെ കണ്ടറിഞ്ഞ നേതാവ് എന്നാണ് അമൃതാനന്ദമയി അത് പറയുമ്പോൾ. അത് ജനങ്ങളെ കണ്ടറിഞ്ഞിട്ടുള്ള ഒരാൾക്കേ അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. അമൃതാനന്ദമയും ജനങ്ങളെ കാണുന്നു, ജനങ്ങളുടെ മനസ്സറിയുന്നു. ഇതുപോലെ തന്നെ ആയിരുന്നു വി എസ് അച്യുതാനന്ദനും. വി എസ് അച്യുതാനന്ദന് ഈ അമൃതാനന്ദമയിയോടോ ആ മഠത്തിനോടോ ഒന്നും എതിർപ്പൊന്നുമില്ലായിരുന്നു. അത് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളെല്ലാം പൊക്കോളട്ടെ. ഒരു മത ഇടങ്ങളിലും വി എസ് അനാവശ്യമായി ഇത് ചെയ്യത്തില്ല, ഇടപെടത്തില്ല. പിണറായി വിജയന് അധികാരം ഏറ്റതിന് ശേഷം ഹൈന്ദവ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ ഉടനെ ഹിന്ദുക്കൾക്കൊക്കെ ഒരു ഭയമാണ്, ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ശബരിമലയ്ക്ക് പോയപ്പോൾ 2016 അധികാരമേറ്റു, ശബരിമലയ്ക്ക് പോയി. പമ്പയിൽ ചെന്ന് വലിയ അവിടെ മീറ്റിങ്ങൊക്കെ കൂടിയപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ശബരിമല എല്ലാ ദിവസവും നാളെ തുറക്കണം എന്നുള്ള രീതിയിൽ. പ്രയാർ എഴുന്നേറ്റ് നിന്ന് അതിൻ്റെ ശക്തിയായിട്ട് അതിനെ എതിർത്തു. എന്തുകൊണ്ടാണത് ഇപ്പോൾ പോകുന്ന രീതി എന്തുകൊണ്ടാണെന്ന് വിശദീകരിച്ചു. അതൊന്നും പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രയാറിനെ പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ മാറ്റുകയും ചെയ്തു. ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കാലാവധി 2 വർഷമാക്കി ചുരുക്കി. അങ്ങനെയാണ് മാറ്റിയത്. എന്നിട്ട് ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങി. അതികഠിനമായ മഴ കാരണം തിരിച്ചിറങ്ങി. പിന്നീട് ശബരിമലയ്ക്ക് പോയി. അപ്പോഴത്തേക്ക് എന്തായിരുന്നു? തിരുമുറ്റത്തൊക്കെ ചെല്ലുന്നു. ആകെ ഒരു അന്നേ ഹൈന്ദവർ കണ്ടതാണ് ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അത് കഴിഞ്ഞിട്ടല്ലേ ശബരിമല യുവതീ പ്രവേശമൊക്കെ വന്നത്. അതും ഈ ശബരിമലയിൽ പോണ അറിയാലോ, വലിയ ഷൂ എല്ലാം കുത്തി. അതാണ് അവിടുത്തെ രീതിയല്ല. അന്ന് പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട്, തമാശ പറഞ്ഞായിരുന്നു. ആദ്യ തവണ പോയിട്ട് കുറച്ച് കയറിയിട്ട് ഇങ്ങ് ഇറങ്ങി. അയ്യപ്പൻ പിണറായിയെ വിളിച്ചിട്ടില്ല, വിളിക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ വി എസ് അച്യുതാനന്ദൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്.
പമ്പയിൽ ചെന്ന് കഴിഞ്ഞ് വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് ശബരിമലയ്ക്ക് അപ്പം ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യവും ഒരുക്കുമല്ലോ. PS-ന് അഥവാ ഇടയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ പിന്നെ ഡോളി പിന്നാലെ, പിന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ, കാർഡിയോളജിസ്റ്റ് എല്ലാമായിട്ട്. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ 4.5 കിലോമീറ്റർ ഉണ്ട്, കുത്തനെയുള്ള കയറ്റം ഉൾപ്പെടെ. PS ഒരിടത്ത് പോലും ഇരുന്നില്ല കേട്ടോ, ഒരിടത്ത് പോലും. ഒരു സാധാരണ ഒരു മനുഷ്യൻ പോയാൽ കുറഞ്ഞത് മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ 83 വയസ്സ്. സാധാരണ ഒരാൾ ഇപ്പം നമ്മളെ പോലുള്ളൊക്കെ ഉള്ളവരെ പോകുമ്പോൾ ആണെങ്കിൽ കുറഞ്ഞതൊരു 7-8 ഇടത്തെങ്കിലും ഇരിക്കും. 2 മണിക്കൂറും എടുക്കും സന്നിധാനം വരെ എത്താൻ. PS ഒരൊറ്റ നടത്തമായിരുന്നു. PS അങ്ങനെ നടന്നങ്ങനെ കയറി ശബരിപീഠത്തിൻ്റെ അവിടെ എത്തുമ്പോൾ പിന്നെ അവിടെ വെടിവഴിപാടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ അവിടെ വെടിവഴിപാട് കൗണ്ടറിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ്, അച്യുതാനന്ദൻ സ്വാമികൾക്ക് 2 വലിയ വെടി, 2 ചെറിയ വെടി എന്നും പറഞ്ഞു. PS അച്യുതാനന്ദൻ അങ്ങ് ഉറക്കെ ചിരിച്ചു എന്നുള്ളതാണ്. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒന്നേരം ഒരു ശ്വാസം വിട്ടു. അവരും ആ ചിരിയിൽ അങ്ങ് പങ്കുചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പം ഇന്നായിരുന്നു പിണറായി വിജയൻ്റെ പേരിൽ പിണറായി സ്വാമിക്ക് ഒരു ചെറിയ വെടി 2 വലിയ വെടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ മുഴുവൻ വെടി വെച്ചിട്ടിട്ട് പിണറായി ഇങ്ങി പോരും അല്ലേ. അപ്പം ഇതിനെയൊക്കെ ഒരുതരം അതിൻ്റെ ഒരു മതേതര സ്വഭാവത്തോടുകൂടി സംസ്കാരത്തിന് പ്രാധാന്യം നൽകുക അല്ലേ. ഇദ്ദേഹം ഈശ്വര വിശ്വാസിയല്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തിലെ തന്നെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ അന്ന് എത്ര ദൈവങ്ങളെ വിളിച്ചു, എനിക്ക് ആരുടെയും ഇതിന് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വിശ്വാസി അല്ലാതായി മാറി എന്നാണ് പറഞ്ഞത്. അമ്മ വസൂരി രോഗം പിടിപെട്ടാണ്. അന്ന് വസൂരി രോഗം പിടിപെട്ടു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അവരെയൊക്കെ അങ്ങ് മാറ്റി പാർപ്പിക്കും. വീടിൻ്റെ അവിടെ പറമ്പിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ഷെഡ് കെട്ടി അവിടെ ആരും അങ്ങോട്ട് പോകത്തില്ല. PS അവിടെ ചെന്ന് ഒളിഞ്ഞു നിന്ന് അമ്മയെ കണ്ടു എന്നൊക്കെയാണ് PS തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് PS വന്നത്. അതുകൊണ്ടൊക്കെ ആണ് അദ്ദേഹത്തിന് ഈ സാധാരണ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലെ, ബ്രിട്ടാസിന് ഇത് ഇഷ്ടപ്പെട്ടിരിക്കുമോ? ബ്രിട്ടാസിന് ഇത് ഇഷ്ടപ്പെടത്തില്ല. അതായത് ബ്രിട്ടാസ് പിന്നെ ഈ എവിടെയാണ് വിദേശത്തെങ്ങാണ്ട് പോയാണ് കൈരളിക്ക് വേണ്ടി ഒരു ഏറെക്കാലം അമൃതാനന്ദമയുമായി ബന്ധപ്പെട്ട് നിന്ന ഒരു വിദേശ വനിതയെ ഇൻ്റർവ്യൂ ചെയ്ത് കൊണ്ടുവന്ന് അമൃതാനന്ദമയെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയത്. പക്ഷെ അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇവരൊക്കെ തന്നെ ഇപ്പം പിണറായി വിജയൻ ശബരിമലയെ തകർക്കാൻ ശ്രമം നടത്തിയില്ല, പക്ഷേ എങ്ങും ഏശിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. വലിയൊരു പിന്നെ കുറേയധികം ഭക്തരെ വലച്ചു. അതാണ് ആ സമയത്ത് അതാണ് ഉണ്ടായത്. ആ തീർത്ഥാടന കാലം മുഴുവൻ ഇല്ലാതാക്കി, ഭക്തരുടെ മേൽ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ പിന്നീട് ഭക്തർക്ക് ഒരു ഭയമായി തീർന്നു എന്നുള്ളതാണ് ശബരിമലയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ഒരു സംഘർഷം ആയ ഒരു രംഗം ചിത്രീകരിക്കാൻ മാത്രമേ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇവരൊക്കെ. അപ്പോൾ ബ്രിട്ടാസ് എന്താ ചെയ്തത്? ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഇത്രയും പേരെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമൃതാനന്ദമയെ ഇല്ലാതാക്കാനുള്ള ശ്രമമല്ലേ ബ്രിട്ടാസിനെ? അമൃതാനന്ദമയെ വിശ്വാസമില്ല, വിദേശ വനിതയാണ് വിശ്വാസം എടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഇപ്പോൾ താണ്ട് അമൃതാനന്ദമയി ഇത് പറയുമ്പോൾ ശരിക്കും അവർ VS-ഉം അമൃതാനന്ദമയും ഒരേ രീതിയിൽ ജനങ്ങളെ കണ്ട് മനസ്സിലാക്കിയവരാണെന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.